രാമകൃഷ്ണ രാമകൃഷ്ണ കൃഷ്ണ കൃഷ്ണ രാമകൃഷ്ണ 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 തഹസിൽദാരാണ് അത്ര തഹസിൽദാർ. ഇവിടെ ഒരു സ്വിച്ച് നന്നാക്കി വെക്കാൻ അറിയാത്തവനാണോ ഒരു താലൂക്ക് നന്നാക്കാൻ നടക്കുന്ന റാസ്കൽ? പഠിച്ച മദ്യവും വേസ്റ്റായി. രാമകൃഷ്ണ ഫ്രിഡ്ജൊക്കെ ഉണ്ടോ? അപ്പൊ സോഡ കാണും. ഇതിനകത്തേക്ക് ഞാൻ എങ്ങനെ അത് കടക്കുന്നത്? രാമകൃഷ്ണ ഇവൻ ഫുൾ സെറ്റപ്പിലാണല്ലോ. ഇതാരുടെ സാരി? ഇതിനിടെ ഇവ കല്യാണം കഴിച്ച ചിലപ്പോ ഇവന്റെ അമ്മയെ സിസ്റ്റേഴ്സും ഒക്കെ വന്നു. മറ്റകളൊക്കെ എവിടെ പോയി കിടക്കണം? ഒരു മുണ്ട് കിട്ടാൻ എന്ത് വഴി? നഗ്നത. കാലത്ത് 8:30. ഇതെവിടെ? കഥക് തുറക്കൂ. ഞാൻ കള്ളനല്ല, ഞാൻ കള്ളനല്ല, ഞാൻ ഒരു എഴുത്തുകാരനാണ്. കഥക് തുറക്കൂ. കഥക് തുറക്കൂ. ഞാനൊരു എഴുത്തുകാരനാണ്. ഹലോ, കഥക് തുറക്കൂ. കഥക് തുറക്കാൻ. ഞാൻ കള്ളനല്ല, ഞാൻ പ്രസിദ്ധ നോവലിസ്റ്റാണ്. ഞാൻ പ്രസിദ്ധ നോവലിസ്റ്റാണെന്ന് സാഗർ, ഞാനൊരു പ്രസിദ്ധ നോവലിസ്റ്റാണ്. ഞാൻ പ്രസിദ്ധ നോവലിസ്റ്റ്. ഞാൻ കള്ളനല്ല, നിരപരാധിയാണ്. ഞാനൊരു പ്രസിദ്ധ
സാഗർ പോലീസേ, ഞാൻ കള്ളനല്ല, ഞാൻ കള്ളനല്ല പോലീസേ. ഇപ്പൊ ഇവിടെ ഒരാൾ അറസ്റ്റ് ചെയ്തോണ്ടോ? അയ്യോ, മോഷ്ടിക്കാനൊന്നും അല്ല മാഡം, ഒരബദ്ധം പറ്റിപ്പോയതാ. അദ്ദേഹം പ്രസിദ്ധനായ നോവലിസ്റ്റ് അല്ലേ? യെസ് യെസ്, അത് വേണ്ട വിധത്തിൽ ഞാൻ കൈകാര്യം ചെയ്തോളാം. ആ ശരി ശരി, ഞാൻ ഏറ്റു. സാഗർ, താനേതിപ്പം പാതാളത്തിൽ പോയി കിടക്കായിരുന്നോ? താനല്ലേ ഇവിടുത്തെ തഹസിൽദാർ? എന്താ ഉണ്ടായത്? എന്തുണ്ടാവാൻ? പോലീസുകാരെടുത്ത് നന്നായി പെരുമാറി. ഭാഗ്യത്തിന് ഇവിടുത്തെ എസ് ഐ ഒരു ബോർണ, എന്റെ നോവലുകളുടെ ആരാധകൻ. താനിതുവരെയും തഹസിൽദാരായില്ലേ? അതൊക്കെ പറഞ്ഞാൽ ഒത്തിരി ഉണ്ട്. ആ വീട്ടിൽ എന്താ സംഭവിച്ചത്? ഒരു കിഴങ്ങെ തന്റെ വീടാണെന്ന് കരുതി പുറവേശിച്ച വാതിലിന്റെ ഓടാമ്പൽ ഇളക്കി ഞാൻ അകത്ത് കയറി മൂക്കറ്റം വെള്ളം ഒടിച്ചോണ്ട് ഈ മാക്സി കൊടുത്തോണ്ട് അവളുടെ കട്ടിൽ കിടന്ന് ഉറക്കിപ്പോയി. സോറി, അയ്യോ, പറ്റിപ്പോയി. എന്ത് ചെയ്യാൻ? സാഗർ സാറേ, അപ്പോഴേ സാഗർ സാറേ, താൽഷീദാർ വിടുന്ന ലക്ഷണമില്ല. കേസാക്കണമെന്നാ പറയുന്നത്. ഞാൻ പുതിയ തഹസിൽദാരുടെ ഫ്രണ്ടാണെന്ന് പറഞ്ഞില്ലേ? അതാ കൂടുതൽ കുഴപ്പമായത്. ആ റാസ്കളുടെ ഫ്രണ്ട് ആണെങ്കിൽ മനഃപൂർവ്വം വീട്ടിൽ അതിക്രമിച്ച് കിടന്നായിരിക്കും അത്രേ. റാസ്കൽ എന്ന് പറഞ്ഞോ? പറയും. ഒരു തഹസിൽദാരും വേറൊരു തഹസിൽദാരെ റാസ്കൽ എന്ന് വിളിക്കുക? എന്റെ സാഗറെ, ആ പെണ്ണുമ്പിള്ള എനിക്ക് ചാർജ് തരാതെ ഉടക്കി നിൽക്കുക. അപ്പോ സാറാണോ ഈ പറഞ്ഞ? അതെ, ആ റാസ്കൽ ഞാൻ തന്നെയാ. സോറി സർ, ഇരിക്കണം. ഞാൻ ചാർജ് ഇല്ലാത്ത തഹസിൽദാരല്ലേ, ഇരിക്കുന്നില്ല. അപ്പൊ സാഗറിന്റെ കാര്യം എങ്ങനെയാ? അതാ ഞാനും ആലോചിക്കുന്നത്. സാഗർ സാറിന്റെ മിക്ക നോവലുകളും ആർത്തിയോടെ വായിച്ചിട്ടുള്ളവനാ ഞാൻ. അകലും തോറും അടുക്കുന്നവൾ എന്ന നോവലുണ്ടല്ലോ, അതിലെ ഓരോ സംഭവം ഇപ്പോഴും മനസ്സിൽ മായാൻ കിടക്കുക. സാറിന്റെ പുതിയ നോവലുകൾ ഏതൊക്കെയാ? പുതിയത് കുറെ അല്ല, അത് കേസിന്റെ കാര്യം എങ്ങനെയാ? ഞാൻ വല്ലാത്ത ധർമ്മസങ്കടത്തിലാ. വീടിന് മുമ്പിൽ ആരെങ്കിലും സൈക്കിൾ ബെല്ലടിച്ചാൽ കേസാക്കുന്ന വട്ടുപിടിച്ച സ്ത്രീ അവർ. എന്തായാലും എഫ്ഐആർ ഞാൻ എഴുതുന്നില്ല. ആ സ്ത്രീയോട് ഞാൻ ഒന്നുകൂടി സംസാരിച്ചോട്ടെ. എടോ ഫ്രാൻസിസേ, സാർ, എങ്ങോട്ടാ പോകുന്നത്? ഈ വാടക വീടുണ്ട്. വാടക വീടുണ്ട്. ഇവരെ ജീപ്പിൽ വീട്ടിൽ കൊണ്ടാക്കുക. സാർ, നന്ദി ഇൻസ്പെക്ടർ, 1000 നന്ദി. എനിക്കിപ്പോ ഓർമ്മ വരുന്നത് ഉല്ലാസത്തേന്മഴയിലെ റോബർട്ട് പ്രിൻസിയോട് പറയുന്ന ഡയലോഗാ. നന്ദി പ്രിൻസി, 1000 നന്ദി. താങ്കളെ കണ്ടതൊരു മഹാഭാഗ്യമായി ഞാൻ കരുതുന്നു. വീണ്ടും കാണാം, വീണ്ടും വീണ്ടും. ഹ, ഈ നൈറ്റി പറിച്ച് കളഞ്ഞില്ലേ? എടോ, വേറെ ഉടുക്കാനൊന്നുമില്ലടോ. മാത്രമല്ല അടിയിൽ ഞാനൊന്നും ഇട്ടിട്ടില്ല. ഛേ, ഈ മുണ്ടെടുത്തോ? ഈ ജുബ്ബ ഇച്ചിരി വലുതാണോ എന്ന് സംശയമുണ്ട്. വലിയ ജുബ എനിക്കിഷ്ടം. ഉം? ഇതാണോടോ തന്റെ വലിയ ജുബ? എന്ത് പറ്റി? ഞാനിട്ടപ്പോ നല്ല വലിപ്പം ഉണ്ടായിരുന്നില്ല. താൻ വെറും ആചാന ബാഹുവല്ലേ? അതുപോലാണോ ഞാൻ? பெரியோர்களே, என் அன்பு தாய் குலமே, என் ரத்தத்தின் ரத்தமே, இந்த அண்ணன் சொல்றது என்னன்னு വെച്ചാ ഞാൻ ഇപ്പോ വരാം. സാഗർ, എവിടെ പോവാ? അവളെ കാണാൻ. എവളെ? അവളെ തന്നെടോ. സാഗറെ, അത് വേണ്ട. എനിക്കൊരു അബദ്ധം പറ്റിയാണെന്ന് അറിഞ്ഞിട്ടും പോലീസ് ഇൻസ്പെക്ടറോട് കേസാക്കാൻ അവൾ എന്തിനാണ് പറഞ്ഞതെന്നൊന്ന് അറിയണമല്ലോ. അത് ആപത്താണ് സാഗർ. തന്റെ ഈ പോക്ക് എന്റെ ജോലി എന്നേക്കുമായി വെള്ളത്തിലാക്കാനുള്ള പോക്ക. അല്ലെങ്കിലും തന്റെ ജോലി പോക്കാ. പറഞ്ഞു കേട്ടെടുത്തോളം തന്നിഷ്ടക്കാരിയും അഹങ്കാരിയുമായ അവളെ 4 തെറി പറഞ്ഞില്ലെങ്കിൽ ഈ സാഗർ കോട്ടപ്പുറത്തിന് ഉറക്കം വരില്ലടോ. എങ്കിൽ താൻ പോയിട്ട് വാ. തന്റെ ഓരോ തെറിയും എന്റെ ശവപ്പെട്ടി മേലുള്ള ഓരോ ആണിയായിരിക്കും. രാമകൃഷ്ണ, താനൊക്കെ ഇത്ര ഉള്ളടോ. എടോ, ഞാൻ പോകുന്ന ഈ മാസ്ക് അവർക്ക് കൊടുക്കാനാ. പിന്നെ എന്റെ സഞ്ചി അതിനകത്തിരിപ്പുണ്ട്. എന്റെ സ്ഥാവര ജംഗമ വസ്തുക്കൾ മുഴുവനാ സഞ്ചിക്കാത്ത.